ടു സുജീസ് പോപ്കോൺ കിച്ചൺ. എല്ലാവരും പോപ്കോൺ കിച്ചൺ കാണാറുണ്ടല്ലോ. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇന്ന് പോപ്കോൺ കിച്ചണിൽ ഞാൻ ഉണ്ടാക്കുന്നത് കുട്ടികൾക്ക് എന്നും പ്രിയപ്പെട്ട പനീർ കൊണ്ടൊരായിട്ടാണ് പനീർ ബിരിയാണി. ഇവിടെ എൻ്റെ മക്കൾക്കൊക്കെ പനീർ ബിരിയാണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്നുണ്ടാക്കി കഴിഞ്ഞാൽ 2 ദിവസം അത് തന്നെ മതി, അത്രയ്ക്ക് ഇഷ്ടമാണ്. അതുപോലെ എല്ലാ കുട്ടികൾക്കും പനീർ ഇഷ്ടമായിരിക്കും. അപ്പോൾ പനീർ വെച്ചൊരു ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് പനീർ ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന്. ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്: അരി, പനീർ, ക്യൂബ്സായി കട്ട് ചെയ്ത പനീറാണിത്. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, നെയ്യ്, തൈര്, ഗരം മസാല, കസൂരി മേത്തി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവാള, പിന്നെ മല്ലിയില, പുതിനയില. ഇനി ഒരു ചൂടായ കുക്കറിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ഗ്ലാസ് ഇനി അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ഗ്ലാസ്സിൽ 2 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് നേരെ ഡബിൾ വെള്ളം ഞാനിവിടെ എടുക്കുന്നില്ല. 2 ഗ്ലാസ്സിന് 4 ഗ്ലാസ് എടുക്കുന്നില്ല, 3.5 ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ഉപ്പിട്ടിട്ട് വെള്ളം നന്നായി തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്കൊരു ഹാഫ് ലെമൺ ജ്യൂസ് കൂടെ പിഴിഞ്ഞു കൊടുക്കാം. റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണിത്. ലെമണിന് പകരം നിങ്ങൾക്ക് വിനീഗർ ചേർത്താലും മതിയാവും. ഇനി നമുക്ക് പനീർ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനൊരു ബൗളിലോട്ട് കട്ട് ചെയ്ത പനീർ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, പിന്നെ കസൂരി മേത്തി. കസൂരി മേത്തി മസ്റ്റാണ് പനീറിന്. പിന്നെ അല്പം തൈര്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പനീർ പൊട്ടിപ്പോകാതെ ശ്രദ്ധിക്കണം. ഇനിയൊരു 10-15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വെള്ളം നന്നായി തിളച്ച് വന്നു. ഇനി അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച അരി ചേർത്ത് കൊടുക്കാം. ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 2 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അരി വേവുന്ന സമയം കൊണ്ട് നമുക്ക് മറ്റൊരു പാനിൽ അല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണിത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, വെളിച്ചെണ്ണ ഒന്നും എടുക്കാൻ പാടില്ല. ഒന്നുകിൽ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ നെയ്യിൽ തന്നെ ചെയ്തെടുക്കാം. ചൂടായ എണ്ണയിലേക്ക് കട്ട് ചെയ്ത് വെച്ച സവാള ചേർത്ത് കൊടുക്കാം. സവാള നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. മസാലയ്ക്കുള്ള സവാള വേറെ എടുത്തിട്ടുണ്ട്. അല്പം ഉപ്പ് ചേർത്ത് കൊടുത്താൽ സവാള പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടും. ഈ ഒണിയൻ നല്ല കളർ ചേഞ്ചായി വന്നു. ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റാം.
ഇനി സെയിം ഓയിലിൽ തന്നെ നമുക്ക് കാഷ്യൂ ആൻഡ് കിസ്മിസ് ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്യൂ കിസ്മിസ് എല്ലാം ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതൊക്കെ ഡെക്കറേഷനാണ് യൂസ് ചെയ്യുന്നത്. കാഷ്യൂ കിസ്മിസ് ഓണിയൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തു. എല്ലാം മാറ്റി പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചു. ഇനി ഈ സെയിം ഓയിലിൽ തന്നെ നമുക്ക് പനീർ ഫ്രൈ ചെയ്തെടുക്കാം. പനീർ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും, അത് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. ഇതൊന്ന് അടച്ചു വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്യാം, അല്ലെങ്കിൽ അത് പൊട്ടിത്തെറിക്കും, ഓയിലിങ്ങനെ തെറിച്ച് വരും. ഇനി ഒരു ജാറിലേക്ക് മല്ലിയില, പുതിനയില, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടെ ചേർത്തൊന്ന് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കാം. പനീർ ഇവിടെ ഫ്രൈ ആയി വന്നു. ഇനി അതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഈ സെയിം ഓയിലിൽ തന്നെ നമുക്ക് കട്ട് ചെയ്ത് വെച്ച ഓണിയൻ വഴറ്റിയെടുക്കാം. സവാള ഓൾമോസ്റ്റ് വഴന്നു വന്നു. ഇനി അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. മല്ലിയില, പുതിനയില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ചേർന്നൊരു പേസ്റ്റാണ്, അത് ചേർത്ത് കൊടുക്കാം. നന്നായി വഴറ്റിയെടുക്കാം എല്ലാം കൂടെ. എല്ലാം നന്നായി വഴന്ന് വന്നു. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി അല്പം മതിയാകും, എല്ലാം പനീറിൽ ചേർത്ത് കൊടുത്തതാണ്. പിന്നെ കസൂരി മേത്തി. പനീറിന് എപ്പോഴും കസൂരി മേത്തി നല്ലൊരു ഫ്ലേവറാണ്, അപ്പോൾ അത് ഉണ്ടെങ്കിൽ എന്തായാലും ചേർക്കാൻ മറക്കരുത്. കസൂരി മേത്തി, പിന്നെ അല്പം ഗരം മസാല. ഗരം മസാല ലാസ്റ്റ് ഒന്നുകൂടെ ചേർത്ത് കൊടുക്കാം, നല്ലൊരു സ്മെല്ല് വരും അതിൻ്റെ. എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ ശ്രദ്ധിച്ച് ചേർത്ത് കൊടുക്കണം. നമ്മൾ റൈസിലും പനീറിലും ഒക്കെ ഉപ്പ് ചേർത്തതാണ്, അപ്പം കൂടിപ്പോവാതെ ശ്രദ്ധിക്കണം. എല്ലാം നന്നായി വഴന്നു വന്നു. ഇനി അതിലേക്ക് കട്ട് ചെയ്ത തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ല വെന്ത് പേസ്റ്റ് ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് അല്പം തൈര് ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തൈര് ചേർത്തിട്ട് ഉപ്പൊന്ന് നോക്കണം, ഉപ്പ് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇനി അതിലേക്ക് അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ നേരത്തെ മിക്സിയിൽ പേസ്റ്റാക്കി എടുത്ത് ഇനി അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ച് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, തൈരും വെള്ളമൊക്കെ ആയിട്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച പനീർ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് അത് വെള്ളം വറ്റി വരുന്നത് വരെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അതിലേക്ക് അല്പം ഗരം മസാല കൂടെ ചേർത്താൽ നന്നായിരിക്കും, കുറച്ചുകൂടി നല്ല ഫ്ലേവർ വരും. ഞാനത് പറയാൻ വിട്ടുപോയി. ഇനി അടച്ചു വെച്ച് വേവിക്കാം. റൈസ് ഇവിടെ വെന്തോ നോക്കാം. ഇനി
റൈസ് കറക്റ്റ് പാകത്തിൽ വെന്ത് വന്നിട്ടുണ്ട്. പനീർ മസാലയൊക്കെ കറക്റ്റ് പാകത്തിൽ വെന്ത് വന്നു. ഇനി നമുക്ക് റൈസും പനീറും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് അല്പം റൈസ് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മേലെ തയ്യാറാക്കിയ പനീർ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ അല്പം മല്ലിയില പുതിന ഇല അരിഞ്ഞത്, പിന്നെ വേണമെങ്കിൽ അല്പം ഗരം മസാല. മസാലയുടെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ചേർത്താൽ മതി ഗരം മസാല. പിന്നെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഓണിയൻ, പിന്നെ അല്പം നെയ്യ്. ഇനി ഈ സെയിം പ്രോസസ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. റൈസ് തീരുന്നത് വരെ നമുക്ക് ഈ സെയിം പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കാം. റൈസ്, പനീർ മിക്സ്, മല്ലിയില പുതിന ഇല, ഗരം മസാല, ഓണിയൻ, കാഷ്യൂ, കിസ്മിസ്, പിന്നെ നെയ്യ്. സെയിം പ്രോസസ്സ് പിന്നെ റിപ്പീറ്റ് ചെയ്യാം. ബിരിയാണിക്കൊരു മഞ്ഞ കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ കളറ് ചേർക്കാം. കളർ ഞാനിവിടെ ചേർക്കുന്നില്ല. ഞാനിപ്പോൾ മഞ്ഞൾ അല്പം വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. അല്ലെങ്കിൽ സാഫ്രോൺ ആയാലും മതി, വെള്ളത്തിലോ പാലിലോ മിക്സ് ചെയ്ത് ചേർക്കാം. ഇതിൻ്റെ മേലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ലൈറ്റായിട്ട് മതി. ഇനി ഇത് അടച്ചു വെച്ച് ഗ്യാസ് സ്റ്റൗവിൽ സിമ്മിലിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. പനീർ ബിരിയാണി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. കുട്ടികൾക്ക് എന്നും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് പനീർ ബിരിയാണി. അപ്പോൾ എല്ലാവരും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.